ഹലോ എവരിവൺ, ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് പഴം വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. തൊലി കറുത്തു പോയാൽ കുട്ടികളൊന്നും പഴം കഴിക്കാൻ കൂട്ടാക്കില്ല അല്ലേ. അപ്പോൾ അവർക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി, നല്ല ഇഷ്ടമാവും. 2 വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും 1 പീസ് ശർക്കര കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് തിക്കായിട്ടുള്ള മാവായിട്ടാണ് വേണ്ടത്, അധികം ലൂസായിട്ട് പോകരുത്. ഇനി ഒരു തവ നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ചു കൊടുത്ത് പരത്തിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് കുക്കാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. ശർക്കര വലിയ പീസ് ശർക്കരയാണെങ്കിൽ 1 പീസ് മുഴുവനായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പഴത്തിൽ ഓൾറെഡി മധുരം ഉണ്ടാവും. അപ്പോൾ അധികം അങ്ങനെ മധുരമായാൽ അത്രയ്ക്ക് നന്നാവില്ല നമ്മുടെ ദോശ. ഇത് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.